പ്രിയപ്പെട്ടവരെ, ഈ സത്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് സ്ഥിരമായി മറഞ്ഞിരിക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും. ഉദാഹരണം പറഞ്ഞാൽ, സൂര്യഗ്രഹണ സമയത്ത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കാം ഇനിമേൽ സൂര്യൻ ഉണ്ടാവില്ല, സൂര്യൻ പൂർണ്ണമായും മറഞ്ഞുപോയിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നമുക്കറിയാം, ആ ഗ്രഹണം അങ്ങ് മാറിക്കഴിയുമ്പോൾ സൂര്യൻ പൂർവാധികം ഭംഗിയോടെ വീണ്ടും തെളിച്ചം തൂകി ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണും. ഇതുപോലെ സത്യം അതെത്ര മൂടി വെച്ചാലും അത് പുറത്തു വരും. കാരണം അതിന് പുറത്തു വന്നേ പറ്റൂ. പറഞ്ഞു വരുന്നത് അഭയ കേസിൽ ഇന്നലെ ഉണ്ടായ വിധിയെപ്പറ്റിയാണ്. നിരപരാധികളായി, ശരിക്കും നിരപരാധികളായ, എന്നാൽ അനേക വർഷങ്ങളായി പല വിധത്തിൽ ക്രൂശിക്കപ്പെടുന്ന രണ്ട് മനുഷ്യർ, ബഹുമാനപ്പെട്ട അച്ഛനും സിസ്റ്ററും ഇന്നലെ ജാമ്യം നേടി പുറത്തെത്തി. അതായത് ഇത് കാലത്തിൻ്റെ നീതിയാണ്. കാരണം അവർ മനുഷ്യരാണ്. അവർ പുരോഹിതനോ സിസ്റ്ററോ ആണ് എന്നുള്ളതല്ല, അവർ മനുഷ്യരാണ്. അവർക്കും അടിസ്ഥാനപരമായ ചില അവകാശങ്ങളുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള അവരുടെ കാത്തിരിപ്പിൻ്റെ വിരാമമായി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ സഹി അഭയ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് പോകുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ക്രൂശിത രൂപം ചങ്കോട് ചേർത്ത് അതിനെ ചുംബിക്കുന്ന കാഴ്ച ലോകം മുഴുവൻ കണ്ടതാണ്. ഒരു ചെറിയ കേസിന് പോലും ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ അവരുടെ മുഖം മറയ്ക്കുമ്പോൾ ധൈര്യത്തോടെ തന്നെ ഷൂട്ട് ചെയ്യാൻ വന്നവർക്ക് മുമ്പിലേക്ക് തന്നെ കാണിച്ചു കൊടുത്തു. കാരണം തെറ്റുകാരിയല്ലെന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റർക്ക് ബോധ്യമുണ്ടായിരുന്നു. ഈ ലോകത്തിന് മുമ്പിൽ സിസ്റ്റർ തെറ്റുകാരിയായിരിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ സിസ്റ്റർ തെറ്റുകാരിയല്ല. അതുകൊണ്ടാണ് ഇന്നലെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോഴും ആ ക്രൂശിത രൂപമാണ് നമുക്ക് മുമ്പിൽ സിസ്റ്റർ എടുത്തു കാണിച്ചത്. എന്ന് പറഞ്ഞാൽ കുരിശിനെ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ആ സിസ്റ്റർ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ആരൊക്കെ ഇതിനെ എതിർത്താലും ആരൊക്കെ കമന്റ് ഇട്ടാലും ധൈര്യപൂർവ്വം ഞാൻ വിളിച്ചു പറയും, ഇത്രമാത്രം സഹിച്ച വ്യക്തികൾ കത്തോലിക്ക സഭയിൽ കുറവാണ്, സത്യമായും കുറവാണ്. പ്രത്യേകിച്ച് ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിൽ കർത്താവ് സഹിച്ചതുപോലെ തന്നെ സഹനത്തിലൂടെ കടന്നു പോകുന്ന രണ്ട് ആത്മാക്കൾ. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ സത്യം തെളിയുമെന്നുള്ള സത്യമാണ്. കാരണം ചിന്തിക്കുക, ലോകത്തിൽ ഒരൊറ്റ സ്ത്രീയും തയ്യാറാവാത്ത ഒരു കാര്യമാണ് കന്യാത്വ പരിശോധന, പ്രത്യേകിച്ച് ഒരു സിസ്റ്റർ. പക്ഷേ ദൈവത്തെ പോലെ തന്നെ വൈദ്യശാസ്ത്രത്തെയും മനുഷ്യരുടെ നന്മയിലുമുള്ള വിശ്വാസം, അത് മാത്രമായിരുന്നു ആ സിസ്റ്ററിനെ ഈ കന്യാത്വ പരിശോധനയ്ക്ക് തയ്യാറാക്കിയത്. പക്ഷേ നമുക്കറിയാം, ആ പരിശോധനയുടെ റിസൾട്ട് അങ്ങനെ ഒന്നില്ല എന്നുള്ളത്, സിസ്റ്റർ കന്യകയാണ് എന്നുള്ളതായിരുന്നു ആ റിസൾട്ട്. പക്ഷെ അങ്ങനെ അടുത്ത ആരോപണമായ ആളുകൾ എത്തി, അത് ഓപ്പറേഷൻ സർജറി കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ നമുക്കറിയാം, എന്ത് ബാലിശമായ ആരോപണമാണെന്ന് ഇത് ഉന്നയിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാം. കാരണം ഇന്ത്യയിൽ എവിടെയും അങ്ങനെ ഒരു സാഹചര്യമില്ല, അങ്ങനെ ഒരു സർജറി ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെന്നും സർജറി ചെയ്യാനുള്ള എക്സ്പെർട്സ് ഇല്ലെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സിസ്റ്റർ അത് അസാധ്യമായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സത്യത്തെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മൂടി വയ്ക്കാൻ ചില തൽപര കക്ഷികൾ, ചില അക്രമികൾ, യഥാർത്ഥത്തിൽ അക്രമികൾ തന്നെ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതിന് തെളിവേത്. പക്ഷേ കഞ്ചാവടിച്ച് ബോധമില്ലാത്ത ഒരു പാവ മനുഷ്യന്റെ അയാളുടെ മൊഴിയാണ് ഈ കേസിൽ വഴിത്തിരിവായതെന്ന ആളുകൾ പറയുന്നത്. പക്ഷെ അത് ഹൈക്കോടതിക്ക് അതിനൊരു പന്തികേട് തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലൊരു സൂചനയാണ്, പ്രകാശത്തിലേക്കുള്ള, വെളിച്ചത്തിലേക്കുള്ള നല്ല സൂചനയാണ്. ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ദൈവം, ഈ സിസ്റ്റർ സഹി വിശ്വസിക്കുന്ന ക്രൂശനായ കർത്താവ് കാരുണ്യവാനാണ്, പക്ഷെ നീതിമാനും കൂടെയാണ്. അതൊരിക്കലും ആരും മറക്കരുത്. വർഷങ്ങളായി സിസ്റ്റർ സഹി വീഴ്ത്തിയ കണ്ണീരിനൊക്കെ ആര് പ്രതിഫലം കൊടുക്കും? ആര് പ്രതിഫലം തരും? സോഷ്യൽ മീഡിയയിലിരുന്ന് ഗർജിക്കുന്നവരും പരസ്യമായി ആക്രോശിക്കുന്നവരും ക്രൈസ്തവ നാമധാരികളായിട്ട് പോലും സിസ്റ്ററിനെ എത്രമാത്രം ക്രൂശിക്കാൻ പറ്റുമോ അത്രമാത്രം താറടിച്ച് ക്രൂശിക്കുന്നവരുമൊക്കെ ആ കണ്ണീരിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ധീരതയോടെ നമുക്ക് പറയാം, ഇത്രമാത്രം സഹിച്ച വ്യക്തികൾ കത്തോലിക്ക സഭയിൽ വളരെ കുറവാണ്. ഈ സഹനമൊന്നും വെറുതെ ആവില്ല. ക്രൂശിനെ നെഞ്ചോട് ചേർത്താണ് സിസ്റ്റർ ജയിലിൽ നിറങ്ങുന്നതും പോകുന്നതുമെങ്കിൽ 100% ഉറപ്പാണ്
ആ ക്രൂശിതൻ സിസ്റ്ററിന്റെ കൂടെ ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയുകയും ചെയ്യും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.